ഇന്നത്തെ നമ്മുടെ റെസിപ്പി വ്യത്യസ്ത രീതിയിൽ നല്ല ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ച് ടൈപ്പ് പിസയാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിലിന് പകരം വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നതിനേക്കാളും ഒരല്പം ഒട്ടുന്ന രീതിയിൽ വേണം മാവ് കുഴച്ചെടുക്കാൻ. 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചത്. ഇനി 2 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴക്കുമ്പോൾ കയ്യിലൊട്ടാതിരിക്കാൻ വേണമെങ്കിൽ ഒരല്പം മൈദമാവ് വിതറിയാൽ മതി. ഇനി മാവ് വെക്കുന്ന പാത്രത്തിലും അതുപോലെ മാവിലും അല്പം ഓയിൽ തടവിയിട്ട് നല്ല പോലെ പൊങ്ങി വരുന്നത് വരെ ഒരു 2 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. മാവ് ഇപ്പോൾ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി മാവിൻ്റെ പകുതിയിലും ഒരല്പം കൂടുതൽ ഭാഗം ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒരല്പം മൈദമാവ് വിതറിയിട്ട് പരത്തിയെടുക്കാം. നമ്മൾ പിസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി പിസ്സ ട്രേയിൽ ഒരല്പം ഒലീവ് ഓയിൽ പുരട്ടിയെടുത്ത് പരത്തിയ മാവ് സൈഡിലേക്കൊക്കെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. വല്ലാതെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഒരു 4-5 ടേബിൾ സ്പൂൺ പിസ്സ സോസ് എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി മൊസറല്ല ചീസ് ചുരണ്ടിയതിട്ട് കൊടുക്കാം. ചീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ബർഗർ ചീസ് ഉപയോഗിക്കാം. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത കാപ്സിക്കം വെച്ച് കൊടുക്കാം. ചെറിയൊരു കഷ്ണം സവാള, അതുപോലെ ഫ്രൈ ചെയ്ത ചിക്കൻ കഴിക്കാത്തവർക്കാണെങ്കിൽ അത് ഒഴിവാക്കാം. കുറച്ച് സ്വീറ്റ് കോണൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അതേപോലെ ഒലിവോ എന്ത് വേണമെങ്കിലും മുറിച്ച് വെച്ച് കൊടുക്കാം. മുകളിൽ ഒരല്പം ഒറിഗാനോ വിതറി കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി മാവ് കൂടി പരത്തിയെടുക്കാം. ആദ്യത്തെ മാവിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ പരത്തേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വെക്കാൻ. ഇനി സൈഡൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ മുകളിൽ അതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം. ഇനി ഓവന് ഒരു 200 ഡിഗ്രിയിൽ ഒരു 3-4 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റെഡി ആയിട്ട് വരും. ഓരോരുത്തരുടെയും ഓവൻ്റെ വലുപ്പത്തിനും കമ്പനിക്കൊക്കെ അനുസരിച്ചിട്ട് സമയത്തിന് മാറ്റം വരും. മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിത് ഓവനിൽ നിന്ന് മാറ്റാം. ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.